എൽ ഷദായ് കമ്മ്യൂണിക്കേഷൻസ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ബലപ്പെടുത്തുന്ന വാക്കിൻ്റെ പേര് അമ്മയെന്നാണ്. മത്സരത്തിൽ ട്രാക്കിലോടുന്ന കുട്ടിക്ക് സമാന്തരമായി ട്രാക്കിന് പുറത്ത് ആർപ്പുവിളിയോടെ ഒപ്പം ഓടുന്ന ഒരു സിസ്റ്റർ അമ്മയുടെ വീഡിയോ ഈ നാളുകളിൽ കാണുവാനിടയായി. നിങ്ങളിൽ പലരും ആ വീഡിയോ കണ്ടിട്ടുണ്ടാകാം. ആ ബലപ്പെടുത്തലിലാണ് അവൻ്റെ കരുത്ത്. കുരിശിന്റെ വഴിയെ നടക്കുന്ന മകന് സമാന്തരമായി നിറകണ്ണുകളോടെ നടക്കുന്ന ഒരമ്മ, അവരുടെ കണ്ണുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന ഹൃദയസ്പർശിയായ രംഗമാണ് 4-ാം സ്ഥലത്തിൽ നമ്മൾ കാണുന്നത്. കുരിശിരിക്കുന്നത് മകന്റെ തോളിൽ, അതിൻ്റെ ഭാരമത്രയും പേറുന്നത് അമ്മയുടെ ഹൃദയം. മകന്റെ തലയിൽ മുൾമുടി ചോര വാർന്നു വീഴുന്നത് അമ്മയുടെ ഹൃദയത്തിൽ. അമ്മ 4-ാം സ്ഥലത്ത് നിന്ന് പിരിയുന്നില്ല. യാത്രയുടെ അവസാനം വരെ മാത്രമല്ല, അവൻ അടക്കം ചെയ്യപ്പെടും വരെ മാത്രമല്ല, ഉയർത്തെഴുന്നേൽക്കും വരെയും കൂടെ തന്നെയുണ്ട് അമ്മ. സഹനങ്ങളെയും മരണത്തെയും മകൻ അതിജീവിക്കുന്നത് അമ്മ കൂടെയുണ്ട് എന്ന ധൈര്യത്തിലാണ്. നിനക്കിത് വന്നല്ലോ എന്ന നിരാശയല്ല, നിനക്കിതിന് കഴിയുമെന്ന ബലപ്പെടുത്തലാണ് അമ്മയുടെ നോട്ടം. കുരിശ് ഒഴിവാക്കി എവിടേക്കെങ്കിലും ഓടിപ്പോ എന്ന് അമ്മ പറയുന്നില്ല. നിന്റെ സഹായം തേടി മാധ്യസ്ഥം ഉപേക്ഷിച്ചവരിൽ ആരെയും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. പ്രിയമുള്ളവരെ, ഇതിലും മനോഹരമായ പ്രാർത്ഥന മറ്റെന്തുണ്ട്? പൂർണ്ണ ബോധ്യത്തോടെ അല്ലെങ്കിലും നാം അറിയാതെ എത്രയോ തവണ ചൊല്ലിപ്പോയ വരികളാണിത്. ഒന്ന് ഉറപ്പിച്ചോളൂ, ജീവിതത്തിൽ എത്ര ദയനീയമായ കുരിശിന്റെ വഴിയിലാണ് നിങ്ങളെങ്കിലും പരിശുദ്ധ അമ്മ നിങ്ങളെ പിന്തുടരുന്നുണ്ട്. ഏകാന്തതയുടെ, നിരാശയുടെ, പരാജയത്തിന്റെ, സങ്കടത്തിന്റെ, സാമ്പത്തിക പരാധീനതയുടെ, രോഗത്തിന്റെ വഴികളിലെല്ലാം അമ്മ ഒപ്പമുണ്ട് എന്ന കാര്യം ദയവായി ആരും ഒരിക്കലും മറന്നു പോകരുത്. 2-ാം സ്ഥലത്തു നിന്നോ 4-ാം സ്ഥലത്തു നിന്നോ മോചിപ്പിച്ചു കൊണ്ടുപോകുവാനല്ല, എല്ലാ സ്ഥലങ്ങളിലും സമാന്തരമായി ഒപ്പമായിരുന്നു കൊണ്ട് അമ്മ നമ്മെ ബലപ്പെടുത്തുക തന്നെ ചെയ്യും. ഒരു ഇരുണ്ട കല്ലറയിലും നാം അടയ്ക്കപ്പെടുവാൻ പരിശുദ്ധ അമ്മ ഒരിക്കലും അനുവദിക്കുകയില്ല. വർദ്ധിച്ച ശരണത്തോടെ അവളുടെ പാദങ്ങളിൽ നമുക്ക് അഭയം തേടാം, തിരുനാമം വിളിച്ച് അപേക്ഷിക്കാം. നാളിതുവരെ ചൊല്ലിയിട്ടുള്ള ഒരു പ്രാർത്ഥനകളും പാഴായിട്ടില്ല എന്ന് ഉറപ്പിച്ചോളൂ പ്രിയപ്പെട്ടവരെ. ഒരു സ്ഥിര നിക്ഷേപം പോലെ അതിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങളെ തേടി വരിക തന്നെ ചെയ്യും. വ്യക്തിപരമായ ധാരാളം ജീവിതാനുഭവങ്ങളുണ്ട്. അതാണ് ഇത്ര ഉറപ്പോടെ, ധൈര്യപൂർവ്വം, സന്തോഷത്തോടെ പറയുന്നത്. എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ, കുരിശിരിക്കുന്നത് എൻ്റെ തോളിലാണെങ്കിലും ഭാരം പേറുന്നത് അമ്മയുടെ ഹൃദയമാണല്ലോ. മുറിവുകൾ എൻ്റേതെങ്കിലും ചോര വീഴുന്നത് അമ്മയുടെ ഹൃദയത്തിലാണല്ലോ. പരിശുദ്ധ അമ്മയെ, മാതാവേ, അങ്ങിൽ ഞാൻ ശരണപ്പെടുന്നു, എന്നെ ബലപ്പെടുത്തണമേ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവം കൂടെ ഉണ്ടാകട്ടെ. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.